എല്ലാവർക്കും നമസ്കാരം. ശനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ ഭയമുള്ള ഒരു കാലഘട്ടമാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹം ഏറ്റവും സാവധാനം സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ശനിദേവൻ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ അപഹാര സമയം അല്ലെങ്കിൽ ശനിയുടെ ബുദ്ധിമുട്ടുകളെ ബാധിക്കുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശനിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് എല്ലാവിധ കാര്യങ്ങളും നന്മകളും ഒക്കെ നൽകുന്ന ഒരു കാലമാണ്. അതുമാത്രമല്ല, ശനി ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻറ്റുകൾ സൃഷ്ടിക്കാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ശനി എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തന്നുകൊണ്ട് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ശനി മുഖാന്തരം രക്ഷപ്പെടുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കുന്നതിന് മുൻപ്, ശനി എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തുന്ന ദിവസം എന്നാണെന്ന് നോക്കിയാൽ, 2026 ജൂലൈ 27 വെളുപ്പിന് 5:59 ശനി വക്രഗതി പ്രാപിക്കുന്ന സമയം. ഇത് നീണ്ടു നിൽക്കുന്ന 137 ദിവസത്തെ യാത്ര. ഡിസംബർ 11 വരെയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ജന്മശനി, അഷ്ടമശനി, ഏഴരശനി, കണ്ടകശനി എന്നീ ദോഷഫലങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന 7 രാശിയിലുള്ള നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് രാജയോഗ തുല്യമായ ജീവിതമാണ് വരാനിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അതിന് ഒരു ദിവസം പോലും തികയാതെ വരും. കാര്യം, ഒരുപാട് നാളത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ശനി ഇപ്പോൾ രാശി മാറുന്നതല്ല. ഇപ്പോൾ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശനി തന്നെ വക്രഗതി പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ശനിയുടെ കിരണങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോഴാണ് ശനി നമ്മളെ ബാധിക്കുന്നു എന്ന് പറയുക, അല്ലെങ്കിൽ ദോഷങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. ശനി വക്രഗതി പ്രാപിക്കുമ്പോൾ ശനിയുടെ കിരണങ്ങൾ പുറത്തേക്കല്ലാതെ അകത്തേക്ക് തന്നെ വരുന്നൊരു സമയം. അപ്പോൾ പ്രഭാകിരണങ്ങൾ ഉള്ളിലേക്കാവുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 7 രാശിയിലുള്ള നക്ഷത്ര ജാതകർക്ക് ശനി ബാധിക്കാതെ വരും. ശനി വക്രഗതി പ്രാപിക്കുന്ന സമയത്ത് ശനിയുടെ പ്രഭാവലയം അകത്തേക്ക് ഗമിക്കുകയും ആ സമയം ശനിദേവൻ്റെ പ്രഭാവലയത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന 7 രാശിയിലുള്ള നക്ഷത്ര ജാതകർക്ക് അവരവരുടെ ജീവിതാനുഭവങ്ങൾ, കർമ്മ മേഖലയിൽ, പ്രവർത്തന മേഖലയിൽ എല്ലാം തന്നെ ശനിയുടെ കാഠിന്യം വിട്ടകലുന്നൊരു സമയം. ശനി മൂലമുണ്ടാകുന്ന കഷ്ടതകൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു 7 രാശിയിലുള്ള നക്ഷത്ര ജാതകർ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് കുറച്ച് കാലത്തേക്ക് മാറുകയാണ്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, ആ മാറ്റങ്ങൾ കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ വരുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ശനി മൂലം നഷ്ടപ്പെട്ടതെല്ലാം ശനി തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് തിരിച്ചു തരുന്ന ഒരു കാലഘട്ടം എന്ന് വേണം പറയാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ സമ്പാദിച്ചതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. നിങ്ങൾ വെട്ടിപ്പിടിച്ചതെല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് തന്നെ ശനി ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരും. ശനി അമ്മയെപ്പോലെയാണ്. ശനി നീതിമാനായതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവിധ പ്രവൃത്തികളും ശനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരാളെപ്പോലും ശനി ശിക്ഷിക്കില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക. ശനി എന്ന് പറയുന്ന ഗ്രഹം ഒരാളെയും ശിക്ഷിക്കില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മഫലത്തിനനുസരിച്ചിട്ടുള്ള നന്മ തിന്മകളെ വേർപെടുത്തി അത് കൃത്യമായിട്ട് കണക്ക് കൂട്ടി ശനി എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വെച്ച് ശനി നമ്മൾക്കുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് തരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർമ്മം നല്ല കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കർമ്മങ്ങൾ നല്ല ഫലങ്ങളായിട്ട് ഈ വക്രഗതി പ്രാപിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും കിട്ടും. അതുമാത്രമല്ല, നമ്മുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് എല്ലാവിധ നന്മകളും ശനി പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡം സംഭൂതം തം നമാമി ശനൈശ്ചരം. നീലാഞ്ജന കല്ലിനെപ്പോലെ തിളങ്ങുന്ന സൂര്യപുത്രൻ്റെ മകനായ യമദേവൻ്റെ മൂത്ത സഹോദരനുമായ ഛായാദേവിയിൽ ജനിച്ചിട്ടുള്ളതുമായ ശനിദേവനെ ഞാൻ ഭക്തിയോടുകൂടി സാഷ്ടാംഗം വണങ്ങുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ശനിദേവൻ്റെ അല്ലെങ്കിൽ ശനിയുടെ കുറച്ച് മോശം ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഇത് നമുക്ക് ജപിക്കാവുന്നതാണ്. ശനി ഒരാളെപ്പോലും ശിക്ഷിക്കുകയില്ല. ശനി നമ്മൾ ചെയ്യുന്ന നന്മതിന്മകളെ അടിസ്ഥാനമാക്കി ഒരു പാഠം പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ ശനിയുടെ ഒരു കാലഘട്ടം എന്നത് തിരിച്ചറിവുകൾ നൽകുന്നൊരു കാലഘട്ടം എന്ന് വേണം പറയാൻ. എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യാൻ പാടില്ല, ഇതെല്ലാം മാറ്റിവെക്കേണ്ട ഒരു സമയമാണെന്ന് എല്ലാം ശനി നിങ്ങൾക്ക് ഒരമ്മയെ പോലെ നിന്ന് മനസ്സിലാക്കി തരും. ഈ ഒരു കാലഘട്ടത്തിൽ
ശനി നിങ്ങളെ അനാവശ്യമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കി തരും. ശനി നമ്മെ നശിപ്പിക്കുകയില്ല. പകരം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മൂലം നമുക്കൊരാപത്ത് വരുമ്പോൾ ആരെല്ലാം കൂടെയുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശനിയുടെ കാലഘട്ടത്തിൽ നമുക്ക് നല്ല ധനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? അവർ നമ്മളെ പലവിധമായ നമ്മളെ കബളിപ്പിച്ചൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു ശനിയുടെ സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട്? നമ്മുടെ കർമ്മങ്ങളെ ശരിയാക്കി നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കും ശനി. നമ്മുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ ഒറ്റയ്ക്ക് ധർമ്മം നിലനിർത്തി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ. നിങ്ങളുടെ വിജയ പരാജയങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. കർമ്മങ്ങളുടെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്ന ന്യായാധിപനാണ് ശനി. ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയൊക്കെ ഈ സൃഷ്ടി സ്ഥിതി സംഹാരം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന 3 പേരുണ്ട്. അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ്. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ കർമ്മമേഖല, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നമ്മുടെ കർമ്മത്തിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്ന ആൾ ശനിയാണ്. അപ്പോൾ നമ്മുടെ കർമ്മമേഖലയിൽ എപ്പോഴും നമ്മളെ നയിക്കുന്ന ആൾ ശനി ആയതുകൊണ്ട് തന്നെ ശനിയെ നമ്മൾ ന്യായാധിപനായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ ശനിയെ ദേവൻ എന്ന് വിളിക്കും. ഇനി ശനി നമുക്ക് അമ്മയെപ്പോലെയാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനാൽ ശനി നമുക്ക് അളവറ്റ സ്വസ്ഥതയും സമാധാനവും സമ്പത്തും ഒക്കെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമുക്ക് തന്നു നിലനിർത്തും. ഈ ഒരു സമയം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഫലമായിട്ട് ശനി നൽകുന്നതെല്ലാം നിലനിന്ന് പോകും. ശനി 2026 ജൂലൈ മാസം 27-ാം തീയതി മുതൽ വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഇത്രയും കാലം ഏഴര ശനി, അഷ്ടമശനി, കണ്ടകശനി ദോഷങ്ങൾ അനുഭവിച്ച ആൾക്കാർക്കൊക്കെ എന്തൊക്കെ ഗുണം ലഭിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശനി പിടിപെട്ട് പോകുന്ന മേടൻ രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. ഏഴര ശനിയിലൂടെ കടന്നു പോകുന്നവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള അലച്ചിലുകൾ, യാത്രകൾ, പലരെയും സംബന്ധിച്ചിടത്തോളം 100 രൂപ കൈകളിലേക്ക് എത്തിയാൽ 1000 രൂപയുടെ ചിലവ് വന്നു ചേരുന്നൊരു സമയം. ശനി അങ്ങനെ പലരെയും സംബന്ധിച്ചിടത്തോളം പാഴ്ചെലവുകൾ, കടബാധ്യതകളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ഇതെന്ന് പറയുന്നത് ശനി 12-ാം സ്ഥാനമായ വ്യയസ്ഥാനത്ത് കണ്ടകനായി വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വ്യയം എന്നാൽ തന്നെ പാഴ്ചെലവ് എന്നാണ് അർത്ഥം. പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതാവസ്ഥകൾ, ഓപ്പറേഷൻ, ശരീരത്തിന് കീറിമുറിക്കേണ്ട അവസ്ഥ, ഒടിവ്, ചതവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, കൈകാലുകൾ മുറിഞ്ഞു പോവുക, അങ്ങനെ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ പലവിധ പാഴ്ചെലവുകൾ മുഖാന്തരം കടബാധ്യതകൾ വന്നു ചേരുന്ന അവസ്ഥ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഈ ശനിയായിട്ട് നിൽക്കുന്ന നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അമ്മയ്ക്കോ അച്ഛനോ ഭാര്യയ്ക്കോ മക്കൾക്കോ അങ്ങനെ ആരും ആയിക്കോട്ടെ, നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന പല ആൾക്കാർക്കും ഇതുപോലത്തെ അവസ്ഥ വന്നാൽ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വയ്ക്കുന്ന പണം മറ്റുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലവായി അത് പാഴ്ചെലവായിട്ട് പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള കഠിനമായ അവസ്ഥയിലൂടെയാണ് ഈ കണ്ടകശനി സമയം ഇവർ കടന്നു പോകുന്നത്. എത്ര വലിയ സമാധാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കും മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് നല്ല കാര്യങ്ങളാണെങ്കിലും അത് കൂടുതൽ കോംപ്ലിക്കേഷനായി അതിങ്ങനെ നീണ്ട് എങ്ങുമെങ്ങും എത്താതെ പോകുന്ന ഒരവസ്ഥ. എത്ര അധ്വാനിച്ചാലും പരിശ്രമിച്ചാലും അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടാതെ വരുന്ന രീതികൾ ജീവിതത്തിൽ അനുഭവമായി വരുന്നൊരു സമയം എന്ന് വേണം കരുതാനായിട്ട്. നമ്മുടെ കയ്യിലുള്ളതിൽ കൂടുതൽ ചിലവുകൾ വരുന്ന ഒരവസ്ഥ. എത്ര നല്ല രീതിയിൽ ജോലി ചെയ്താലും നല്ല സുഖമായ രീതിയിൽ നമ്മുടെ ജോലി എത്തിച്ചാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നോക്കിയിട്ട് അതിന് കുറ്റം പറയാനും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാനും കൂടെയുള്ളവരൊന്നും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി വരിക എന്നുള്ളതാണ് മേടൻ രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ ഇത്രയും കാലങ്ങളായിട്ട് അനുഭവിക്കുന്നത്. ഏഴര ശനി തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മേടൻ രാശിക്കാർക്ക് അനുഭവത്തിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ പ്രശ്നങ്ങളും ജൂലൈ 27 മുതൽ നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച് തുടങ്ങി വെച്ച നിങ്ങളുടെ വീടിൻ്റെ പണി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഒരു വീടിൻ്റെ പണി തുടങ്ങി വെച്ചിട്ട് പണച്ചെലവുകൾ, പ്രശ്നങ്ങളൊക്കെ വന്ന് വഴിയിലിട്ട് പോയ ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുനർനിർമ്മിക്കാനും അവിടുന്ന് പുനരാരംഭിച്ച് ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ ഒരു പാലുകാച്ചൽ കർമ്മങ്ങൾ, കയറിത്താമസം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥയിലേക്ക് എത്തും. തുടങ്ങി വെച്ച പല കാര്യങ്ങളും, പുതുതായി ആരംഭിച്ച് വെച്ച പല ബിസിനസ്സുകളും പാതി വഴിയിൽ നിന്നില്ലയോ എന്നുള്ള ഒരു അവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ അതിനൊക്കെ പുനരുജ്ജീവനം ഉണ്ടാവും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് മേഖലയിലാണോ
ആ മേഖലയിലെ തടസ്സങ്ങൾ പൂർണ്ണമായി നിങ്ങളിൽ നിന്ന് വിട്ടൊഴിയും. ജോലിസ്ഥലത്തുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം അവസാനിക്കും. നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എതിരായി നിന്നിരുന്നവരെല്ലാം അനുകൂലമാകും. നിങ്ങളുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർ നേരിട്ട് നോക്കി മനസ്സിലാക്കി ഇത് നിങ്ങളിൽ നിന്ന് വന്നതാണെന്ന് പൂർണ്ണ ബോധ്യം വന്ന് നിങ്ങളെ ഇന്നലെ വരെ ചവിട്ടി താഴ്ത്തിയിരുന്ന ആൾക്കാർ നിങ്ങളെ വീണ്ടും ഉയർത്തി മുകളിലേക്ക് എത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുമെന്നാണ്. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാർ വിദേശ ജോലികളൊക്കെ ചെയ്ത് വിദേശത്ത് തന്നെ താമസിക്കുകയും ആ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് മാറിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടും. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു സമയം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് മാറും. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അതിലൊരു ഉയർച്ചയുണ്ടാവും. അതിൽ വന്നിട്ടുള്ള ജോലിക്കാർ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ആ സ്ഥാപനത്തിന് ഉയർത്തി തരാനായിട്ട് അവർ അത്രമേൽ ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്യും. ആഗ്രഹിച്ചതിൽ കൂടുതലൊരു സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതൊക്കെ മാറി നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാനും പങ്കാളിക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവാനുള്ള സമയം കൂടിയാണ്. വിവാഹബന്ധം വേർപെടുത്താനായിട്ട് കോടതിയിലൊക്കെ കയറിയിറങ്ങി നടന്നിട്ടുള്ളവർക്ക് ആ വിവാഹബന്ധം വേർപെടുത്താതെ തന്നെ പരസ്പരം തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സമയം എന്ന് വേണം പറയാനായിട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിച്ചിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നല്ല രീതിയിൽ വന്നു ചേരും. നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവായിട്ടുള്ള സമയം വന്നു ചേരും. നിങ്ങളുടെ ജീവിതം അതിമനോഹരമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കും. ഈ വക്രഗതി കാലഘട്ടം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണഫലങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. തൊഴിൽ മേഖലയിൽ, കർമ്മ മേഖലയിൽ, അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു സ്വപ്ന ജീവിതത്തിലേക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കും. ഈ ഒരു സമയം മാക്സിമം ഉപയോഗിച്ച് നിങ്ങളുടെ ജന്മജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ഐശ്വര്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.